നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് മാംഗോസ്റ്റിൻ്റെ കുറിച്ചാണ്. ഇപ്പോൾ ഫ്ലവറിംഗ് ഒക്കെ ചെയ്തു വരുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ പരിചരണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് താഴെ നോക്കിയാലും അറിയാം, ഒരുപാട് പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടി എന്നുള്ളതാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മാംഗോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാംഗോസ്റ്റിനെ ഇഷ്ടപ്പെടാത്തൊരു എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ മാംഗോസ്റ്റിനെ ഒരു വീട്ടിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിലൊരു 9 മരത്തോളം ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ചെറുതും. ഇതിപ്പോൾ ഏകദേശം കായ്ച്ച മരമാണ്, കഴിഞ്ഞ വർഷം കായ്ച്ചിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വളങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, അതിന് രോഗങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പരിപാലിക്കേണ്ടത്, അതെന്നുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മളൊരു തൈ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം കബളിപ്പിക്കപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പ്ലാന്റാണ് മാംഗോസ്റ്റിൻ. കാരണം ചെറിയ വ്യത്യാസത്തിൽ ഒരുപാട് ഇനം എന്താ പറയുക കാട്ട് പഴങ്ങളുണ്ട്. മാംഗോസ്റ്റിൻ്റെ സെയിം ഷേപ്പിലും കളറിലൊക്കെ വ്യത്യാസത്തിലാണെങ്കിലും കൂടിയിട്ടും പുളിയോട് കൂടിയിട്ടുള്ള ഒരുപാട് പഴങ്ങളുണ്ട്. അപ്പോൾ വനപ്രദേശങ്ങളിലൊക്കെ കാടുകളിലൊക്കെ ഉള്ള ഒരുപാട് പഴങ്ങളുണ്ട്. സീഷോർ മാംഗോസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചുവന്നൊരു മാംഗോസ്റ്റിൻ ഉണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളെ അതിൻ്റെ ഇലൻ്റെ വ്യത്യാസം നിങ്ങൾ പരിചയപ്പെടുത്താം. ഇതൊരു ഇല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലെയർ ഉണ്ട്. ഞാൻ വേറൊരു ഇത് കാണിച്ചു തരാം. ഇത് എൻ്റെ ഒരു ചെറിയ ബഡ് ചെയ്തൊരു തൈയാണ്. അതിൻ്റെ ഇലയുടെ ഒരു വ്യത്യാസം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെയർ ചെറിയ ഞരമ്പുകളുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാം. ഇതൊരു യഥാർത്ഥ മാംഗോസ്റ്റിനാണ്. ഇപ്പോൾ സീഷോർ മാംഗോസ്റ്റിൻ അല്ലെങ്കിൽ മറ്റുള്ള മാംഗോസ്റ്റിനൊക്കെ എനിക്ക് LML അതിൻ്റെ ഈ അടയാളങ്ങൾ ഉണ്ടാവില്ല, പിന്നെ കുറച്ചൊരു നീളം ഉണ്ടാവും അതിൻ്റെ ഇല. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അതിൻ്റെ ഇലൻ്റെ നീളം കണ്ടില്ല, കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് തണൽ മരങ്ങളൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് പലരും. പക്ഷേ ഇതിൽ പഴം മാംഗോസ്റ്റിൻ്റെ അതേപോലെ തന്നെ ഒരു റെഡ് ചുവന്ന പഴമാണ്. ഇതൊരു ചെടി മാത്രം കേട്ടോ, ഇതേപോലെയുള്ള ഒരുപാട് ചെടികളുണ്ട്. ഇത് വേറൊരു ചെടിയാണ്. ഇത് മാംഗോസ്റ്റിൻ്റെ അതേ എന്താ പറയുക വർഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല വിശ്വസനീയമായ നഴ്സറികളിൽ നിന്ന് തന്നെ തൈകൾ വാങ്ങുക. എങ്ങനെയൊക്കെയാണ് വളങ്ങൾ ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും നമ്മൾ ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. നമ്മളെ ഈ ചെടിയുടെ വേര് ഭൂമിയിലേക്ക് സെറ്റ് ചെയ്യാൻ വളരെ ടൈം എടുക്കുന്ന ഒരു പ്ലാന്റാണ്. കാരണം എന്താ പറയുക, മാംഗോസ്റ്റിൻ്റെ ചെടി വളർത്തുന്നവർക്കറിയാം അതിൻ്റെ ഗ്രോത്ത് ഒരു വർഷം ഒരടി 2 അടിയാണ് ഒരു പൊന്തി വരിക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് അതിൻ്റെ വേര് ഇറങ്ങാനുള്ള ടൈമാണ്. ഒരു ചെടിയുടെ വലിപ്പം കൂടാൻ തന്നെ അതിൻ്റെ വേര് എത്രത്തോളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നോ അത്രത്തോളം അത് മുകളിലേക്കും ചെടി വലുതായി വരും. അതാണ് ഒരു ചെടിയുടെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു ചെടി എത്ര വലുപ്പമുണ്ടോ അതിൽ അത്രയും വേര് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു ചെറിയ മാംഗോസ്റ്റിൻ്റെ തൈ വാങ്ങി വെച്ചാൽ അത് വളരുന്നില്ല എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ വേര് അടിയിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. ഒരു 2 അടിയുടെ കുഴിയെങ്കിലും മിനിമം എടുത്തിട്ട് അതിൽ ചാണകവും പിന്നെ അടിവളമായിട്ട് ചാണകം, വേപ്പും പുണ്ണാക്ക്, കുറച്ച് എല്ലുപൊടി, ഒരു 50 ഗ്രാം എല്ലുപൊടി ചേർത്ത് മിക്സാക്കിയിട്ട് വീണ്ടും ആ കുഴി നിറച്ചതിന് ശേഷം നമ്മൾ ഈ ചെറിയ തൈ എടുത്തിട്ട് അതിലേക്ക് നടുകയാണ് വേണ്ടത്. കഴിഞ്ഞതും തൈ വാങ്ങുന്നവർ മാക്സിമം ഒരു 3 അടിയുള്ള, ഞാൻ കാണിച്ചു 3 അടി ഹൈറ്റുള്ള തൈയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഏകദേശം ഒരു 3 വർഷമായ പ്ലാന്റാണ്. ഇത് സീഡ്ലിംഗ് പ്ലാന്റ് ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഉണ്ട്. ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇത് ഏകദേശം 1 വർഷമായ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. ഇത് 3 വർഷമായ സീഡ്ലിംഗ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ വലിപ്പം 3 വർഷത്തെ ഒരു വ്യത്യാസമാണ് ഞാൻ കാണിക്കുന്നത്. അത്രയും സ്ലോ ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റാണ് മാംഗോസ്റ്റിൻ. അപ്പോൾ നമ്മൾ വാങ്ങി വെച്ചിട്ട് ഇതെന്താ വളരുന്നില്ല എന്നുള്ളത്, വളരാതിരിക്കാനുള്ളൊരു കാരണം അതിന് വേരിറങ്ങി പോകാതെ മണ്ണ് വളരെ ഹാർഡായതുകൊണ്ടാണ്. അപ്പോൾ കഴിയുന്നത് നമ്മൾ കുഴിയെടുക്കുന്ന മണ്ണിൽ ചാണകം ഇട്ടിട്ട് മണ്ണ് മിക്സ് ചെയ്തിട്ട് അതിനെ മണ്ണ് സോഫ്റ്റാക്കി കൊടുക്കുക. അപ്പോൾ നടുന്നത് പറഞ്ഞു. ഇനി നമ്മൾ വളമായിട്ട് ഇടയ്ക്ക് മാസത്തിലൊരിക്കലെങ്കിലും ചാണകം കടലപ്പിണ്ണാക്കും കൂടെ കലക്കി വെച്ച് പുളിപ്പിച്ച്, അതൊന്നും ഇപ്പം ഇനി കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നതാണ്. അതൊന്ന് പുളിപ്പിച്ച് അതിൻ്റെ വെള്ളം എടുത്തിട്ട് ഒരു 5 കപ്പ് വെള്ളത്തിൽ മിക്സാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ 1:5 എന്നുള്ള അനുപാതത്തിൽ
മിക്സ് ആക്കിയിട്ട് നമ്മൾ ചെടിയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വളം ചെയ്യുമ്പോൾ എപ്പോഴും കൊടുക്കേണ്ടത് ചെടിയുടെ അടിയിലായിട്ട് കൊടുക്കരുത്, കുറച്ച് വിട്ട് കൊടുക്കണം. അപ്പോൾ ആ വിട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരുകൾ ഇങ്ങനെ ഇങ്ങോട്ട് വലുതാവാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. നമ്മൾ ഫസ്റ്റിൽ വളം കൊടുക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ട് കൊടുത്താൽ അത് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് വേര് വലുതാവാനുള്ള ദൂരത്തേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കില്ല. അപ്പോൾ കുറച്ചൊരു അവിടെ നിന്ന് ഒരു 1.5 അടി 2 അടി വിട്ടിട്ട് വളം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ പിന്നെ വേരുകൾ ഇങ്ങനെ വലുതായി വരും. അപ്പോൾ വേരുകൾ എത്രത്തോളം അടിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നോ അത്രയും ചെടികൾ നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടും. അപ്പം നമ്മൾ ജൈവ വളം കൊടുക്കുമ്പോൾ ഈ ചാണകവും നമ്മളെ കടല പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ ചെടികൾക്ക് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഒരു ഗ്രോത്ത്. പെട്ടെന്ന് അത് വലുതായി വരുന്നത് കാണാം. അതിൻ്റെ അർത്ഥം അത് വേരുകൾ അതിൻ്റെ അടിയിലേക്ക് നല്ല വളർച്ച കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. വേരുകൾ എത്രത്തോളം വളർച്ച കിട്ടുകയാണെങ്കിലും ചെടി അതിനനുസരിച്ച് പറ്റി വരും. അപ്പോൾ നമ്മളൊരു മാക്സിമം ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിത് പ്രൂൺ ചെയ്തതാണ്. പലരും പറയാറുണ്ട് മാംഗോസ്റ്റിനും പ്രൂൺ ചെയ്യില്ല എന്നുള്ളത്. എൻ്റെ എല്ലാ മരങ്ങളും ഞാൻ പ്രൂൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു മരമാണ്, ഇത് ഒരു നിശ്ചിത ടൈം അകലത്തിൽ ഞാൻ പ്രൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് പഴം പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ പ്രൂൺ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് വലിയ മരമായിട്ട് മാറും. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു മരം കാണിച്ചു തരാം. പ്രൂണിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തൈകൾ ഇങ്ങനെ യഥേഷ്ടം വളർന്നു പോകും. നമുക്കതിൻ്റെ പഴം പറിക്കാനും ഇതിനൊക്കെ കാരണം ഇത് വളരെ ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ എപ്പോഴും പിന്നെ നമുക്ക് വേണ്ട ഒരു നിശ്ചിത ഉയരത്തിൽ അത് കട്ട് ചെയ്ത് നിർത്തിയിട്ട് നല്ല ബുഷിയാക്കിയിട്ട് നിർത്തുക. നല്ല ഫ്ലവർ ഇപ്പോൾ ഇത് ജനുവരിയോട് കൂടിയിട്ട് ഇത് ഫ്ലവർ ഇട്ടുന്ന സമയമാണ്. അപ്പോൾ ഈ ഫ്ലവറിങ്ങിൻ്റെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ മാമൻ്റെ വീട്ടിൽ ഇപ്പോൾ കായ്ച്ച് എൻ്റേതിപ്പോൾ പൂവിട്ടുന്നുള്ളൂ. അപ്പോൾ ചില ഏരിയകളിലനുസരിച്ചിട്ടാണ് നല്ല വെയിലും പിന്നെ നല്ല അടിവളം കിട്ടുന്ന നല്ല വളം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ അത് ജനുവരി തന്നെ പൂവിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ തോതനുസരിച്ചിട്ടാണ് നമുക്കതിൽ ഫലം കിട്ടുക. നമ്മൾ വെറുതെ നോക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഇതിന് നല്ല വെള്ളം വേണ്ട ഒരു പ്ലാന്റാണ്. കാരണം വെള്ളം യഥേഷ്ടം വെള്ളം കൊടുക്കണം. വെള്ളം ഇടയ്ക്കിടയ്ക്ക് നല്ല ഒരു 6 വർഷമായ ചെടിക്ക് നമ്മൾ 6 വർഷം മുതൽ വെള്ളം ഇലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം ദിവസം. ഇതുപോലെ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടികൾക്ക്, പ്രത്യേകിച്ച് മാംഗോസ്റ്റിന്. ഇത് കണ്ടില്ല, ഞാൻ പ്രൂൺ ചെയ്ത ചെടിയാണ്, കണ്ടാലറിയാം. അപ്പം ഞാൻ എൻ്റെ എല്ലാ ചെടികളും പ്രൂണിങ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 അടി ഹൈറ്റിൽ ഞാൻ പ്രൂൺ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ നനച്ചു കൊടുക്കുന്നത് ഈ ചെടിക്ക് അത്യാവശ്യമുള്ളൊരു ഘടകമാണ്, പ്രത്യേകിച്ച് ഫ്ലവറിങ് ടൈമിൽ. ഇപ്പോൾ ഫ്ലവർ ഇട്ട് കണ്ടിരിക്കുന്ന ടൈമാണ് ജനുവരി ഫെബ്രുവരിയിലാണിത് ഫ്ലവർ ഇട്ട് വരുന്നത്. ഈ സമയത്ത് നമുക്ക് പ്രധാനമായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഫ്ലവർ ഡ്രോപ്പിംഗ്, അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകുക എന്നുള്ളത്. അപ്പോൾ അതിന് ബോറോൺ ഡെഫിഷ്യൻസി ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ബോറോൺ 10% വീര്യത്തിൽ വാട്ടർ സോളുബിൾ ആയിട്ടുള്ള ബോറോൺ പൗഡർ വാങ്ങാൻ കിട്ടും. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതാണ് ഒരു പ്രധാന വഴി. അല്ല എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാനോഫിക്സ് എന്ന് പറഞ്ഞൊരു മരുന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മുടെ മാവുകൾക്കും എല്ലാത്തിനും അടിക്കാൻ പറ്റിയതാണ്. എന്തൊക്കെ ഫ്ലവർ കൊഴിയുന്നുണ്ടോ അതിനൊക്കെ നമുക്ക് കൊടുക്കാം. നല്ല ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലവണ്ണം ജൈവവളം കൊടുക്കുക. എന്നാൽ ഇതേപോലെയുള്ള നല്ല മുഴുത്ത പഴങ്ങളുണ്ടാവും ചെയ്യും. ബോറോണിൻ്റെ കുറവ് ഡെഫിഷ്യൻസി മാറിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പഴങ്ങൾ കിട്ടും. പിന്നെ ഇതിൻ്റെ തൈകൾ നടുമ്പോൾ മാക്സിമം ഒരു 10 മീറ്റർ അകലത്തിനെങ്കിലും തൈകൾ വെക്കണം. ചെറിയ ഷെയ്ഡൊന്നും പ്രശ്നമില്ല, ഒരു 50% വെയിലെങ്കിലും കിട്ടുന്ന സ്ഥലത്തായിരിക്കണം അതിൻ്റെ നമ്മൾ കായ്കൾ നടേണ്ടത്. ഇന്ന് വിപണിയിൽ നല്ല ഒരു മാർക്കറ്റ് കിട്ടുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ്. കാരണം ഇതിന് ഫ്യൂച്ചറിൽ നല്ല ഒരു സാധ്യത ഉള്ളതാണ്. ഏകദേശം ഒരു 3 മാസം മുതൽ 4 മാസം വരെയാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ വളർച്ച എത്താൻ, അത് വിളവെടുക്കാനുള്ള ഒരു ടൈം ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ല, ഞാൻ പറഞ്ഞല്ലോ, നല്ല വിപണന സാധ്യത ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ്. ഫ്യൂച്ചറിൽ നമുക്ക് വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്ന സീഡ്ലിങ്ങും ഗ്രാഫ്റ്റിങ്ങും 2 വഴിയാണ്. പഴത്തിൻ്റെ ഉള്ളിലെ കുരു കുഴിച്ചിട്ടിട്ട് നമ്മളതിനെ വേര് പിടിപ്പിച്ചിട്ട് മാറ്റി നട്ടാൽ ഒരു 6 വർഷം കൊണ്ട് നമുക്ക് പഴം എടുക്കാം. അതല്ല ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്കതിൻ്റെ ഈൽഡ്
എടുക്കാൻ തുടങ്ങുക. ഗ്രാഫ്റ്റ് തൈകളാണ് പെട്ടെന്ന് കായ്ക്കുന്നത്. പക്ഷേ അത് കൂടുതൽ ഈൽഡ് കിട്ടണമെങ്കിൽ ഒരു 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഫുൾ ഈൽഡിലേക്ക് വരുള്ളൂ. ആദ്യം ഒരു 10-50 പഴങ്ങളൊക്കെയാണ് സാധാരണ ഗ്രാഫ്റ്റ് ഇതിലുണ്ടാകുക. പക്ഷേ അതൊരു 6-7 വർഷം അത് കൂടുതലൊന്ന് മെച്ചുവർ തടിയൊക്കെ ഒന്ന് വണ്ണം വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ സീഡ്ലിങ്ങിൽ നിന്ന് കായ്ക്കുന്ന അതേ ഒരു ഈൽഡ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ മാംഗോസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഏകദേശം എല്ലാ വിഷയങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഫോൺ വഴിയോ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ എൻ്റെ ടെലിഫോൺ നമ്പറും വാട്സപ്പ് നമ്പറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ മറുപടി അർഹിക്കുന്നതാണെങ്കിൽ വിളിച്ചിട്ട് തന്നെ ചോദിക്കുക. ഒറ്റവാക്കിലുള്ള ഉത്തരങ്ങളൊക്കെ ആണെങ്കിൽ കമൻസ് രൂപത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് മറുപടി പറയാം. അപ്പോൾ എല്ലാ വീഡിയോയിലും പൊതുവെ പറയുന്നതാണ്, ഈ വലിയ ലോങ് ആയിട്ടുള്ള മറുപടികളൊക്കെ നമുക്ക് എഴുതി അറിയിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഏകദേശം ഒരു 3 മാസം കൊണ്ട് നമുക്കിത് വിരിഞ്ഞ് ഈ മാംഗോസ്റ്റിന് ഈ പരുവത്തിലാവും. ഇനി ഇതൊന്നും കൂടി ഡാർക്ക് കളറിലേക്ക് മാറിയാലാണ് നമ്മളതിൻ്റെ ഈൽഡ് എടുക്കേണ്ടത്. അപ്പോൾ ഇനി എൻ്റെ മാമൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്കൊക്കെ നമുക്കൊന്ന് കിടക്കാം. അത്യാവശ്യം ഒരുപാട് പ്ലാന്റുകളുണ്ട്. ഞാനൊക്കെ ഒരു റോൾ മോഡലായിട്ട് സ്വീകരിച്ചിട്ടിരിക്കുന്ന എൻ്റെ മാമൻ്റെയാണ്. ചെറുപ്പം മുതലേ മാമൻ്റെ കൃഷി രീതികളും ഒക്കെ കണ്ട് വളർന്നത് കൊണ്ട് ഇതിനോട് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാനൊക്കെ എനിക്ക് കാരണം. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇനി അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ മാമൻ്റെ പറമ്പിലുള്ള ഏകദേശം കുറച്ച് പ്ലാന്റുകളൊക്കെ ഒന്ന് ഞാൻ ഒരു ഒറ്റ നോട്ടത്തിൽ ഒന്ന് നിങ്ങളെ കാണിക്കാം. ഓക്കെ, സ്റ്റാർ ഫ്രൂട്ടാണിത്. പക്ഷേ ഇത് നമ്മൾ ആദ്യം ഇറങ്ങിയ വെറൈറ്റിയാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ മാറ്റി നടാനുള്ള പരിപാടി. ഇത് അത്യാവശ്യം കായ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഒരു ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ മാമൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. ഇവിടെയൊക്കെ നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട്. ഉണ്ടല്ലേ, നല്ല മഞ്ഞ കളറിൽ വരും. അപ്പോൾ മാമൻ്റെ വീട്ടിലെ വിശേഷങ്ങളായിട്ട് ഒരു ദിവസം ഫുൾ ഒരു ദിവസത്തെ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് വലുതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. ഇതൊക്കെ ഒന്ന് വലുതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ നാംഡോക്കിയാണ്. ഇതാണ് ടിൻസ് ജാക്ക്, ഇരട്ടച്ചക്ക. ഭയങ്കര മധുരമുള്ള ചക്കയാണ്. പക്ഷെ മരത്തിന് ചെറിയ ഫംഗസ് വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മരുന്നൊക്കെ കഴിഞ്ഞ് പുതിയ തളിരുകളൊക്കെ വന്ന് എന്തായാലും മരം രക്ഷപ്പെട്ടിട്ടുണ്ട്. കയ്യിൽ നിന്ന് ഒഴിവാക്കിയ മരമാണത്. നമ്മളെ അത്തിപ്പഴമാണ്. അത് ഫുള്ള് വീഡിയോ ആയിട്ട് വീണ്ടും ഒരു ദിവസം വരുന്നതാണ്. മാങ്ങൊക്കെ ഒന്ന് വലുതാവട്ടെ വെച്ചിട്ടാണ്. ഏകദേശം 10-15 ഐറ്റം വെറൈറ്റി മാങ്ങകളുണ്ട്. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരു ദിവസം നിങ്ങളെ കാണിക്കുന്നതാണ്. കാലാപ്പാടി. അപ്പോൾ എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല. കാരണം ഒന്ന് കാണിക്കുമ്പോൾ വേറെ ഒന്നിലേക്കാണ് പോകുന്നത്. അടുത്ത കണ്ടില്ല മാംഗോസ്റ്റിന് പൂവിട്ടും കണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ട് ഇതിൻ്റെ ഫുള്ളൊരു വീഡിയോ മാമനെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് ഒക്കെ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. ഇപ്പോൾ കണ്ണിമാങ്ങ ഒരുപാട് വെറൈറ്റികൾ. ഇപ്പോൾ റംബൂട്ടാന് പൂവിട്ടിട്ടുണ്ട്. ചക്ക, ഇതൊരു ജംബോ ജാക്കാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ട് നിങ്ങളെടുത്ത് വരുന്നതാണ്. മാമ പറഞ്ഞു 15 കിലോൻ്റെ അടുത്തുണ്ടാവും. 15 കിലോൻ്റെ മേലെ ഉണ്ടാവും ഒരു ചക്ക എന്നാ പറഞ്ഞു. നമ്മളെ റോൾ മോഡൽ കൂടിയാണ് കേട്ടോ. നമ്മളൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് മാമനെയാണ്. കോട്ടിമാങ്ങ, ഇതാണ് കോട്ടിമാങ്ങ. അത് ശരിക്കും പൂത്ത് വരണുള്ളൂ. ഇത് ലോങ് ബ്രിഞ്ചാള്, ചെരങ്ങയാണ്. ഓ, ആപ്പിൾ റുമാലി മാങ്ങയാണിത്. അപ്പോൾ ഇത് ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു ഫുള്ള് വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഓക്കെ.
ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ്. ഇതാണ് മാംഗോസ്റ്റിൻ്റെ ഫ്ലവർ, കണ്ടില്ല? മാംഗോസ്റ്റിന് ഇങ്ങോട്ട് ആയി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഇതിൻ്റെ പരിപാലനം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. അബ്ദുൾ റസാഖ് തിരൂർ.